ശരിക്കും ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ഇതിലും വാടാ മൂമെന്റ്സ് ഉണ്ടോ? എമ്പുരാന് വേണ്ടിയിട്ട് പുതിയ ക്യാമറ എടുത്തായിരുന്നു. ശരിക്കും 2 ഫോൾഡറുകൾ ഉണ്ടോ? അതായത് നമ്മൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് അങ്ങനെ ഫോൾഡർ ആക്കണ്ട, നമ്മള് സ്റ്റീഫൻ നെടുമ്പള്ളിയെ ക്യാരക്ടർ നിൽക്കുമ്പോഴും ഖുറൈഷി ഇബ്രാഹിമായിട്ട് നിൽക്കുമ്പോഴും ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്യുക തന്നെ വേണം. അതിലെപ്പോഴും എടുത്ത് പറയുന്ന ഇപ്പം മമ്മൂക്കയുടെ പേര് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഫഹദിന്റെ പേര് കേൾക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി. ലാലേട്ടൻ എൻജോയ് ചെയ്യാറുണ്ട് പൊതുവെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അത് കാണിക്കുമ്പോഴൊക്കെ. കോറിഡോറിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിങ്ങനെ ഒരു ഹൈഡിങ് ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുള്ളിയുടെ കണ്ണ് മാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരൻ്റെ പുറകിൽ കണ്ണ് മാത്രം. നമസ്കാരം. എമ്പുരാന് വേണ്ടി എല്ലാ പ്രേക്ഷകരും കാത്തിരിക്കുകയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി എമ്പുരാന്റെ സ്റ്റില്ലുകളിലൂടെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ക്യാമറ കണ്ണുകൾക്ക് പിന്നിലെ ആളാണ് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സിനറ്റ് സേവ്യർ. നമസ്കാരം. നമസ്കാരം. ഈ നമ്മളറിയാം, റിലീസിന് മുമ്പ് നമുക്ക് ആകെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കുന്നത് ഈ പറഞ്ഞ ഫസ്റ്റ് ലുക്ക് തൊട്ട് ട്രെയിലർ വരെയുള്ള കാര്യങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഓരോ ദിവസവും ക്യാരക്ടർ പോസ്റ്ററുകൾ വരുന്നുണ്ട്, ലാലേട്ടൻ്റെ വ്യത്യസ്ത സ്റ്റില്ലുകൾ വരുന്നുണ്ട്. ഇതിനേക്കാൾ ഒരു പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ എമ്പുരാന്റെ ഫോട്ടോഗ്രാഫർ എന്ന് പറയുമ്പോഴും. അതിലെങ്ങനെയാ ഭയങ്കരമായിട്ട് ചെറിയാണ്? നമ്മൾ സിനിമ തന്നെ എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നത് ഫുൾ ടൈം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓരോ സീൻ എടുക്കുമ്പോഴും നമുക്ക് അത് എടുക്കുന്ന രീതിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ തന്നെ എക്സൈറ്റഡ് ആണ്. പിന്നെ ക്യാമറയിൽ കൂടെ നമ്മൾ ലാൽ സാറിനെ കാണുന്നത് പുള്ളിയുടെ ആ ഒരു ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ നമുക്ക് ഒരു എങ്ങനെയെങ്കിലും അത് ക്യാപ്ചർ ചെയ്യണം, അത് മിസ്സാവരുന്നുള്ള രീതിയിൽ എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്ത് തരുന്നത്. ഈ ശരിക്കും ഫസ്റ്റ് ലുക്ക് കണ്ടപ്പോഴാണ് എല്ലാവർക്കും ഈ എമ്പുരാനെ പറ്റി ശരിക്കും ഒരു ഭയങ്കരമായിട്ട് വന്നത്. കാരണം അതിലൊന്നും ഗ്രാഫിക്സ് ഇല്ല, എല്ലാം റിയൽ തന്നെയായിരുന്നു എന്നുള്ള ആ ഫസ്റ്റ് ലുക്കിന്റെ പിന്നിലൊക്കെ അത് ശരിക്കും ഫസ്റ്റ് ലുക്ക് വന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആണ്, അത് കോമ്പോസിറ്റ് ചെയ്തതാണെന്നുള്ള രീതിയിൽ എല്ലാവരും ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഡിസൈനർക്ക് എനിക്ക് കുറച്ച് വിഷമം തോന്നിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് റിയലായിട്ടുള്ള ഒരു സ്റ്റിൽ തന്നെയാണ്. അതിനെ നമ്മൾ ടച്ച് ചെയ്ത് നമ്മുടെ ഫോണ്ടും പരിപാടികളെല്ലാം ആഡ് ചെയ്തിട്ട് വിട്ടേക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഡിസൈനറോട് പറഞ്ഞായിരുന്നു, നീ ടെൻഷൻ ആവണ്ട, നമുക്ക് എന്തെങ്കിലും ട്രെയിലറോ അല്ലെങ്കിൽ ഏതോ വരുമ്പോൾ എന്തെങ്കിലും അതിൽ ഷോട്ട് ഉണ്ടാവും, ഇല്ലെങ്കിൽ സിനിമ ഇറങ്ങുമ്പോൾ ആൾക്കാർ സിനിമ കണ്ടു കഴിയുമ്പോൾ ഇത് റീലാണെന്നുള്ള ഒരു തോന്നൽ എന്തായാലും ഉണ്ടാവുമല്ലോ, നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ട്രെയിലറിൽ ആ ഷോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ആൾക്കാർക്ക് വിശ്വാസമായത് അത് റിയൽ ഷോട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ ശരിക്കും ഈ ആൾക്കാർ മിസ്ജഡ്ജ് ചെയ്തിട്ടുള്ള വേറെ ഷോട്ടുകളുണ്ടോ? നമ്മൾ ഈ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ ഹെലികോപ്റ്റർ ഷോട്ടുകൾ കുറേ ഉണ്ട് അതിൽ. ഒന്നിലധികം ഉണ്ട്. ഈ ശരിക്കും എംബ്രാൻ ജേണി എന്നാ തുടങ്ങണേ ചേട്ടൻ? ഫസ്റ്റ് ലൂസിഫർ ജേണി എന്നാ തുടങ്ങണെന്ന്? ശരിക്കും എൻ്റെ ജേണി എന്ന് പറയണത് ഞാനിപ്പോൾ ഒരു 15 വർഷത്തോളം ആയിട്ടുണ്ട്. അതിൽ ഇൻഡിപെൻഡൻ്റ് ആയത് 2010-ലാണ്. ഒരിടത്തൊരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഏകദേശം ഒരു 65 സിനിമകളോളം ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിൻ്റെ കൂടെ ഏകദേശം ഇപ്പോൾ ഒരു 15ഓളം സിനിമകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി ലൂസിഫർ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പുള്ളി വിളിക്കുന്നു, പുള്ളി വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ജൂണിൽ ഷൂട്ട് തുടങ്ങും, അപ്പോൾ ആ സമയത്ത് ഫ്രീ ആവില്ലേ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കേട്ടപ്പോൾ തന്നെ നമ്മുടെ കിളി പോയി. പിന്നെ അത് ലൂസിഫറിൽ അങ്ങനെ ആഡായത്. പിന്നെ ആ സെയിം ടീമിനെയാണ് എമ്പുരാൻ വർക്ക് ചെയ്യണം എന്നുള്ളൊരു ഇത് ലൂസിഫർ കഴിഞ്ഞപ്പോഴേ പുള്ളി പറഞ്ഞായിരുന്നു. അങ്ങനെ എമ്പുരാനിലേക്ക് എത്തി. അതിൻ്റെ ഇടയിൽ ബ്രോഡാഡി വർക്ക് ചെയ്തായിരുന്നു. ഈ ലൂസിഫറിലെ ഓർത്തിരിക്കുന്ന ഒരു സ്റ്റിൽ ശരിക്കും ഞങ്ങൾക്കൊക്കെ ഉള്ളത് ആ ജീപ്പിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന ഷോട്ടായിരുന്നു. ചേട്ടൻ്റെ ഫേവറേറ്റ് ഷോട്ട് ഏതാ ലൂസിഫറിൽ? എനിക്കതിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ പുള്ളീനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്ന ഒരു സീനുണ്ട്. അതിൽ പുള്ളി ഒരു മറ്റേ കോറിഡോറിൽ ഇങ്ങനെ നടന്നു വരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിങ്ങനെ ഒരു ഹൈഡിങ് ഇങ്ങനെ കയറി വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ക്യാമറയിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പുള്ളിയുടെ കണ്ണ് മാത്രമാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. പോലീസുകാരൻ്റെ പുറകിൽ കണ്ണ് മാത്രം. പിന്നെ ചടപടാ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് മൂവ്മെൻ്റ് ആയിരുന്നു. അത് നമ്മളിപ്പോൾ മറ്റേ പുള്ളിയുടെ ഫസ്റ്റ് ലുക്ക് ലെവലിൽ വിടുകയൊക്കെ ചെയ്തായിരുന്നു.
അത് ഭയങ്കര ഫാൻസ് പിന്നെ ഭയങ്കര അത് പിന്നെ എല്ലാവരും ഏറ്റെടുത്തൊരു ഫോട്ടോ ആയിരുന്നു. ഈ അതിലെ ഖുറേഷി എബ്രഹാം ലുക്ക് വളരെ കുറച്ച് പേര് മാത്രമായിരുന്നല്ലോ റിലീസിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും. ഈ ആദ്യം ഈ ഖുറേഷി എബ്രഹാം ലുക്ക് കണ്ടപ്പോഴുള്ള ഇതെന്തായിരുന്നു? ലാലേട്ടന്റെ വാച്ച്, ഗ്ലാസ്, മൊത്തത്തിൽ ആ സെറ്റ്. അതിൽ ശരിക്കും പറയുകയാണെങ്കിൽ അത് റഷ്യയിലാണ് ഷൂട്ട് ചെയ്തത്. അത് പക്ഷേ നമ്മളാരും അങ്ങനെ അധികം പോയിട്ടില്ല. ആകെ ഒരു 5 പേര് 6 പേര് ക്രൂ മാത്രം പോയി ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഇതായിരുന്നു. ശരിക്കും ദുബായിലായിരുന്നു അത് ഷൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ദുബായിൽ പെർമിഷൻ്റെ പ്രശ്നങ്ങൾ വന്നപ്പോൾ മറ്റേ ഡയറക്ടർ തന്നെ റഷ്യയിൽ പോയി ലൊക്കേഷൻ കണ്ട് അങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തൊരു ഇതായിരുന്നു. അത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് കാണാനുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടിപ്പോയി. ഈ എംബ്രാനിലെ ഫസ്റ്റ് ഷോട്ട് ഏതായിരുന്നു? സ്റ്റില് എമ്പുരാനിൽ നമ്മൾ ഷൂട്ട് തുടങ്ങണത് ലഡാക്കിലാണ്. ലഡാക്കിലെ കുറച്ച് പരിപാടികളാണ് നമ്മൾ ഷൂട്ട് തുടങ്ങിയത്. പിന്നെ ലാൽ സാറ് ജോയിൻ ചെയ്തപ്പോഴാണ് കുറച്ച് നമുക്ക് കൂടുതൽ ഒരു എനർജിയും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. ലാലേട്ടൻ എൻജോയ് ചെയ്യാറുണ്ട് പൊതുവെ ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അത് കാണിക്കുമ്പോഴൊക്കെ? പുള്ളിക്ക് അത് കാണാൻ ആഗ്രഹമുള്ള ഒരാളാണ്. നമ്മളെടുത്ത് കഴിഞ്ഞ് കാണിക്കുന്നത് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ക്യാമറയിൽ കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം നമ്മൾ ലാപ്ടോപ്പിൽ കൊണ്ട് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് കണ്ടിന്യൂ കൊള്ളാമെന്നാണെങ്കിൽ പുള്ളി അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. കൊള്ളാം. അത് നമ്മൾ കൂടുതൽ കാണിക്കുമ്പോൾ അവർക്കും ഒരു എനർജി ഉണ്ടാവും. നമ്മൾ പിന്നീട് ഒരു സ്റ്റിൽ എടുക്കാൻ വേണ്ടി നമ്മൾ അവരോട് പോസ് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളോ, അപ്പോൾ അവർക്ക് അതൊരു വിശ്വാസമാണ്. അപ്പോൾ അത് എടുക്കുന്നത് കൊള്ളാമായിരിക്കും എന്നുള്ളൊരു തോന്നലും കൂടി വരും. അതുകൊണ്ട് ഒരു ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. ഡയറക്ടറിന്റെ സ്റ്റിൽ എടുക്കുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെ? ഡയറക്ടർ ഉദ്ദേശിച്ച് വർക്ക് സ്റ്റിലാണോ അല്ലെങ്കിൽ പുള്ളി അഭിനയിക്കുമ്പോഴാണോ? അഭിനയിക്കുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിനെ കുറിച്ച് അറിയാമായിരുന്നു. അതും ഈ പറഞ്ഞ മാതിരി അത് പിന്നെ നമുക്ക് കുറച്ച് ഹറിബറി പരിപാടികളാണ് അവിടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി അഭിനയിക്കുന്നു, നേരെ വന്ന് മോണിറ്റർ നോക്കുന്നു, പിന്നെ തിരിച്ചു പോയി അഭിനയിക്കുന്നു. അപ്പം നമുക്ക് ടൈം കിട്ടാൻ കുറച്ച് ഇതുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ പെട്ടെന്ന് സ്റ്റില്ല് പറഞ്ഞ് വേഗം എടുക്കും. അപ്പോൾ പുള്ളി പറയും വേഗം എടുത്തോളൂ എന്ന് പറയും. കാരണം വെച്ചാൽ പുള്ളിക്ക് ഇത് മോണിറ്റർ കണ്ട് അതിൻ്റെ ഓക്കെ അടിച്ചിട്ട് വേണം അടുത്ത ഷോട്ടിലേക്ക് മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ സമയത്തിൻ്റെ കുറച്ച് പ്രശ്നം അങ്ങനത്തെ ഏരിയയിൽ മാത്രം ഉണ്ടായിട്ടുണ്ട്. ഈ ശരിക്കും ഫസ്റ്റ് പൃഥ്വിരാജിനെ മീറ്റ് ചെയ്യണ ഓർമ്മയുണ്ടോ? ആദ്യമായിട്ട് ഞാൻ ശരിക്കും മീറ്റ് ചെയ്യണത് ചോക്ലേറ്റ് എന്ന് പറഞ്ഞ പടത്തിലാണ്. അന്ന് ഞാൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം. ആ സിനിമയിലാണ് പുള്ളീനെ ഞാൻ 2 പടം വർക്ക് ചെയ്തായിരുന്നു അസിസ്റ്റൻ്റായിട്ട് ആ സമയത്ത്, തലപ്പാവും ചോക്ലേറ്റും. പിന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്ത പടം പൃഥ്വിരാജിനോട് വർക്ക് ചെയ്തത് അർജുനൻ സാക്ഷി എന്ന് പറഞ്ഞ പടമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഇപ്പം ഏകദേശം ഒരു 15 പടത്തോളം പുള്ളിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ബ്രോഡാഡിയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരുന്നു? വളരെ കുറച്ച് പേരാണല്ലോ സെറ്റിൽ ഉണ്ടാവുക. ബ്രോഡാഡി ഭയങ്കര എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടും കുറച്ച് ഹ്യൂമർ പരിപാടികളൊക്കെ ആയി കാരണം സെറ്റിലും അതിൻ്റേതായിട്ടുള്ള ഒരു എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. അധികം അതിൽ പിന്നെ ഈ പറഞ്ഞ മാതിരി എമ്പുരാൻ പോലെയല്ല, വലിയ ടെൻഷൻസ് ഇല്ലാത്ത ഷൂട്ടും പരിപാടികളൊക്കെ ആയിരുന്നു. പിന്നെ എല്ലാവരും ഒരുമിച്ച് അങ്ങനെ വേറെ എവിടേക്കും കൊറോണ ടൈമിലാണ് ശരിക്കും അത് ഷൂട്ട് നടന്നത്. ഹൈദരാബാദാണ് മൊത്തം ലൊക്കേഷൻ. എല്ലാവരും ലൊക്കേഷനിലുണ്ടാവും. എല്ലാവരും എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഷൂട്ട് തന്നെയായിരുന്നു. ഈ ആസ് എ ഡയറക്ടർ പുള്ളി എങ്ങനെ ടീമിനെ ആക്ച്വലി മൊത്തത്തിൽ കൊണ്ടുപോകണ ഒരു വൈബ് സെറ്റ് ചെയ്യണതിനൊക്കെ എങ്ങനെ ആസ് എ ഡയറക്ടർ? പുള്ളി ഓൾറെഡി ഈ പറഞ്ഞ മാതിരി പുള്ളിക്ക് എല്ലാ കാര്യത്തിനും കുറച്ച് നല്ല ക്ലാരിറ്റി ഉള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ക്ലാരിറ്റി എല്ലാവരും അവരവരുടെ ജോലിക്ക് വേണ്ടിയിട്ട് എനിക്ക് ഇന്ന പോലെയാണ് വേണ്ടത്, ഇന്നതാണ് വേണ്ടതെന്നെല്ലാം എല്ലാവരും വ്യക്തമാക്കി തന്നിട്ടുണ്ടോ. നമ്മുടെ ജോലി കുറച്ച് ഈസിയാണ്. അപ്പോൾ ആ ഒരു ടീം പുള്ളിക്ക് അറിയാമോ, ആ പുള്ളി അത് ക്ലാരിറ്റി കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ അത് പിന്നെ ഒരു ടീം വർക്കായിട്ട് ലൂസിഫറിൽ മാറി. അത് പിന്നെ എല്ലാ പടങ്ങളും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. സ്റ്റിൽ ക്യാമറകളെ കുറിച്ചിട്ടൊക്കെ പുള്ളിക്ക് ഭയങ്കര ധാരണയാണ്. നമ്മൾ ഓരോ ക്യാമറ അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഞാൻ പറയും ഞങ്ങനെ ക്യാമറ അപ്ഡേറ്റ് ചെയ്ത് അപ്പോൾ ഏതെടുത്ത് ഇന്നതാണെന്നൊക്കെ പറഞ്ഞു. പുള്ളി കൊള്ളാം. ഇപ്പോൾ എമ്പുരാന് വേണ്ടിയിട്ട് പുതിയ ക്യാമറ എടുത്തായിരുന്നു. ഞാനിപ്പോൾ സോണി A1 എന്ന് പറഞ്ഞിട്ട് ക്യാമറ. ട്രൈ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പുള്ളിക്ക് അതിൻ്റെ ഡീറ്റെയിൽ അറിയാം. നമ്മൾ പറയുമ്പോൾ തന്നെ ഇനിയിപ്പോൾ പുള്ളിക്ക് അത് പറഞ്ഞാൽ ആ പേര് കേട്ടാൽ തന്നെ പുള്ളി അതിൻ്റെ ഡീറ്റെയിൽ എടുത്ത് നോക്കും എന്താണെന്നുള്ളത്. പുള്ളി അപ്പം തന്നെ പഠിക്കും. അങ്ങനെ ഒരു വ്യക്തി കൂടിയിട്ടാണ്. ഈ എന്തെങ്കിലും പെർട്ടിക്കുലർ ഇൻസ്ട്രക്ഷൻ തരും നമുക്ക് ഇങ്ങനത്തെ സ്റ്റില്ലുകൾ വേണം? അതുണ്ടാവും. അത് പുള്ളി പറയും എനിക്ക് ഇങ്ങനത്തെ പോലെയൊക്കെ വേണം, ഇന്ന മാതിരിയാണ് വേണ്ടത്, ഇന്ന സീനുകളിൽ പ്രത്യേകിച്ച് ഉണ്ടാവും. അപ്പോൾ അതിനെ
നമുക്ക് ടേക്കിലെടുക്കാൻ പറ്റുന്ന നമ്മൾ ടേക്കിലെടുക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിൽ ആവശ്യമുള്ളതാണെങ്കിൽ നമ്മൾ ടേക്ക് ഓക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ സെയിം പോസ് ചെയ്യിപ്പിച്ച് അതിന് വേണ്ടിയിട്ടുള്ള എടുക്കും. ഇപ്പോൾ ഈ റിലീസിനോട് അടുത്ത് കഴിഞ്ഞപ്പോഴേ ഈ നമ്മൾ പറയാം ക്യാരക്ടർ പോസ്റ്റേഴ്സുകൾ വന്നു, അല്ലെങ്കിൽ ക്യാരക്ടർ വീഡിയോസ്, ഇൻട്രൊഡക്ഷൻ വീഡിയോസ് വന്നല്ലോ. അപ്പം ഈ ശരിക്കും ഈ ഇൻട്രൊഡക്ഷൻ പോസ്റ്ററുകളിലൊക്കെ ഉള്ള സ്റ്റില്ലുകളൊക്കെ ശരിക്കും നിങ്ങളുടെ ഷൂട്ടിംഗ് ടൈമിൽ നമുക്ക് ഇന്ന പോലെ യൂസ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞിരുന്നത്? ഇല്ല, അത് പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് ലൂസിഫറിൽ കിട്ടിയായിരുന്നു. അത് പിന്നെ നമ്മൾ പുള്ളിയുടെ ഡയറക്ഷൻ ഉള്ള എല്ലാ ഇതിലും നമ്മളത് പിന്നെ അറിയാം, ഇന്ന പോലെ എന്തായാലും ആവശ്യം വരും എന്നുള്ള അറിയാം. അപ്പം നമ്മൾ മാക്സിമം അത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെക്കാറുണ്ട്. പിന്നെ എല്ലാം ലൈവായിട്ട് തന്നെയാണ് പുള്ളിക്ക് ഇഷ്ടം. ഫോട്ടോഷൂട്ട് ചെയ്യാന്നുള്ളൊരു ഇത് പുള്ളിക്ക് അങ്ങനെ താല്പര്യമില്ല. ആസ് എ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്ക് ലൈവിൽ എടുക്കുന്ന സ്റ്റിലുകളോടാണ് കൂടുതൽ താല്പര്യം. അപ്പം ലൈവായിട്ട് തന്നെ മാക്സിമം നമ്മളെടുത്ത് അത് കൊടുക്കും. ഈ ശരിക്കും 2 ഫോൾഡറുകളുണ്ടോ? അതായത് നമ്മൾ റിവീൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും റിവീൽ ചെയ്യാത്ത ഭയങ്കര അങ്ങനെ ഫോൾഡർ ആക്കല്ല നമ്മൾ. അപ്പോൾ പുള്ളി പറയും ഇന്ന പോലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ആദ്യമേ വിടുള്ളൂ എന്ന് പറയുമ്പോൾ അതനുസരിച്ചുള്ള ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ. പക്ഷെ എല്ലാം ഓൾറെഡി നമ്മൾ ഡിസൈനർക്ക് കൊടുക്കും. നമ്മൾ അതിൽ നിന്ന് വർക്ക് ചെയ്തെടുക്കുന്ന ഫോട്ടോസ് അതിൻ്റെ ഓർഡർ അനുസരിച്ച് മാത്രമേ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ റിലീസിനോട് അടുത്ത് കഴിഞ്ഞപ്പോഴും കുറച്ചധികം സർപ്രൈസുകൾ, ഞങ്ങൾ കാണാത്ത കുറെ കഥാപാത്രങ്ങൾ ഉണ്ടാവാം, സർപ്രൈസുകൾ ഉണ്ടാവാമല്ലോ. ഇപ്പോൾ അതിലെപ്പോഴും എടുത്തു പറയുന്നത് ഇപ്പോൾ മമ്മൂക്കയുടെ പേര് കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഫഹദിന്റെ പേര് കേൾക്കുന്നുണ്ട്, ഒരുപാട് പാൻ ആക്ടേഴ്സിന്റെ പേരുകൾ കേൾക്കുന്നുണ്ട്. അവരുടെ സ്റ്റില്ലൊക്കെ ഉണ്ടോ ശരിക്കും കയ്യിൽ? അതിലുള്ളവരെല്ലാവരും സ്റ്റില്ല് കയ്യിലുണ്ട്. എപ്പോഴായിരിക്കും നമുക്കത് കാണാൻ പറ്റുക? എന്തായാലും ഇനിയിപ്പോൾ 2 ദിവസം കൂടി കഴിഞ്ഞാൽ സിനിമ റിലീസാവില്ല. റിലീസായി കഴിഞ്ഞാൽ ആരൊക്കെയുള്ളത് എന്തൊക്കെയുള്ളത് എന്തായാലും റിവീലാവും. അത് കഴിഞ്ഞാൽ ഈ ശരിക്കും ഈ മൊത്തത്തിൽ ടീമിന്റെ ഉള്ളില് ഇങ്ങനത്തെ ചർച്ചകൾ ഉണ്ടാവാറുണ്ട്, എടാ ഇന്നാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്തുനിന്നൊക്കെ, ഇന്ന ആളുണ്ട്. അത് ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വരുന്നതെല്ലാം ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷെ നമുക്ക് ഹൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈഡ് ചെയ്യാൻ തന്നെ വേണം. ഈ രാജേട്ടൻ പൊതു ഈ കാര്യങ്ങളിൽ എങ്ങനെയാ ഈ ഹൈഡിങ് കുറച്ച്? അല്ല, അതാ പറഞ്ഞത്, ഇതിൻ്റെ മാർക്കറ്റിംഗ് സിസ്റ്റം എല്ലാം പുള്ളിയുടെ തലകൂടെ തന്നെയാണ് പോണത്. അപ്പം ഏതൊക്കെ ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ പുള്ളി എല്ലാവർക്കും കൊടുക്കും. ഇന്ന പോലെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാം ഒരു ധാരണ കൊടുക്കും. അതിനനുസരിച്ച് തന്നെയാണ് ഇതുവരെയുള്ള എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇതിനപ്പുറം ഇപ്പോൾ ബുക്കിംഗ് ഒക്കെ തുടങ്ങി, ഇപ്പോൾ കുറേ ദിവസത്തേക്ക് ആളുകൾക്ക് ടിക്കറ്റ് ഇല്ല. അപ്പം ശരിക്കും ഇത്രയും എക്സൈറ്റ്മെന്റ് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോഴും ആളുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ടോ ശരിക്കും ഇത്രയും സ്വീകാര്യത? നമ്മളത് നമുക്കൊരു പ്രതീക്ഷ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ഈ പടം വേറെ ലെവലിലേക്ക് മാറുന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് നമ്മൾ കേൾക്കുമ്പോഴും അതുപോലെ തന്നെ ഷൂട്ട് ചെയ്യുമ്പോഴും ആ സീക്വൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ ഒരു രോമാഞ്ചകം നമുക്കും തോന്നും. അത് സിനിമയായിട്ട് വരുമ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ അത് കുറച്ചും കൂടി കൂടും. അപ്പോൾ നമുക്ക് കുറച്ച് സന്തോഷം കൂടും. ഈ പണ്ട് ലാലേട്ടൻ സിനിമകളൊക്കെ കാണാൻ പോയ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ശരിക്കും? ഉണ്ട്. ഒരുപാട് സിനിമ കാണലും ചെറുപ്പത്തിലെ സ്കൂളൊക്കെ കട്ട് ചെയ്ത് ക്ലാസ്സൊക്കെ കട്ട് ചെയ്തിട്ട് സിനിമയ്ക്കൊക്കെ പോയിട്ടുള്ളതാണ്. ഈ ഫസ്റ്റ് ക്യാമറ എന്നുള്ള സംഭവത്തിനോടൊക്കെ ഒരു അടുപ്പം തോന്നാനൊക്കെ ഈ സമയത്ത് എങ്ങനെയായിരുന്നു? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ ഫാദറും അതുപോലെ തന്നെ മാമ്മമാരൊക്കെ ഗൾഫിലായിരുന്നു. അപ്പോൾ അവർ ഫോട്ടോഗ്രാഫി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അതായത് അമ്മയുടെ ആങ്ങളെയെല്ലാം. അപ്പോൾ അവർ വരുന്ന സമയത്ത് അന്ന് ഫിലിം ഇടുന്ന ചെറിയ ക്യാമറ കൊണ്ടുവരും. അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ എടുക്കാൻ നമ്മൾ ഇങ്ങനെ ശ്രമിക്കാറുണ്ട്. പിന്നെ ഇതിലേക്ക് വരുന്നുള്ള ഒരു പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം യാദൃശ്ചികമായിട്ട് വന്നതാണ്. മീൻസ് എങ്ങനെയാ ഫസ്റ്റ് ഒരു ക്യാമറ? ഞാനൊരു ചെറിയ കോഴ്സ് ചെയ്തായിരുന്നു. കോഴ്സ് ചെയ്ത് ഗൾഫിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ തന്നെയായിരുന്നു നിന്നായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് അരുൺസ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, അവിടെ വർക്ക് ചെയ്യായിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതുപോലെ നമ്മൾ സിനിമയുടെ അന്ന് കുറേ ഫോട്ടോസ് അവിടെ പ്രിന്റ് ചെയ്യാൻ വരും. അപ്പോൾ അതിങ്ങനെ കണ്ട് നമുക്ക് സിനിമയോട് ആവേശം കൂടി, ആഗ്രഹം കൂടി. അപ്പോൾ ഫോട്ടോഗ്രാഫറായ കൊള്ളാമെന്നുള്ളൊരു തോന്നൽ വന്നു. ഫോട്ടോഗ്രാഫി ഓൾറെഡി പഠിച്ചിട്ടുണ്ടായി, പക്ഷേ പ്രിൻ്ററായിട്ട് ഗൾഫിൽ പോകാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നിന്നായിരുന്നത്. പിന്നെ ഇങ്ങനെ അസിസ്റ്റൻ്റായിട്ട് വരട്ടെ എന്നിങ്ങനെ അവിടെ വന്നായിരുന്ന ഫോട്ടോഗ്രാഫർമാരോടും ചോദിച്ച് പിന്നെ ജയപ്രകാശ് പനീരൂർ എന്ന് പറഞ്ഞ പുള്ളിയുടെ കൂടെ അങ്ങനെ അസിസ്റ്റൻ്റായിട്ട് കയറി. പിന്നെ പുള്ളിയോട് ഒരു 4 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ പഴയ ഇത് ഇടുന്നത്. അതിൽ കുറേ സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അന്നത്തെ ശരിക്കും ലൈഫ് എങ്ങനെയായിരുന്നു ഒരു സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അസിസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും?
കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ നമുക്ക് ഏകദേശം അറിയാം എങ്ങനെയായിരിക്കും. എല്ലാവരുമായിട്ടും നമ്മൾ മറ്റേ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. അതിന്റെ ബേസിലാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് ആവണതും. കാരണം അവര് അന്ന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ട് വർക്ക് ചെയ്ത് തരുന്ന ആൾക്കാർ ഇൻഡിപെൻഡന്റ് ആകുമ്പോഴാണ് ഇതുപോലെ അസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ഇൻഡിപെൻഡന്റ് ആവാനുള്ള അവസരങ്ങളൊക്കെ ലഭിക്കാറ്. അങ്ങനെ തന്നെയാണ് ഞാനും ഇൻഡിപെൻഡന്റ് ആയിട്ട് വന്നത്. പിന്നെ അവിടുന്നൊരു ജേണി. ട്രാഫിക് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മൊത്തത്തിൽ ഒരു പുതിയ സിനിമ ലാംഗ്വേജ് ആയിരുന്നു ട്രാഫിക് ആയിട്ട് ഉണ്ടായത്? ട്രാഫിക് ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. രാജേഷനായിട്ട് ഞാൻ ഓൾറെഡി അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഭയങ്കര കമ്പനി ആയിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് മറ്റേ ജെബിച്ചൻ്റെ നിന്ന് വിട്ട് ഒരു വർഷം ഗൾഫിൽ പോയായിരുന്നു. അപ്പോൾ ഗൾഫിൽ നിൽക്കുന്ന സമയത്ത് പുള്ളി പറയും എൻ്റെ സിനിമ തുടങ്ങുന്നുണ്ട്, നീ വരാണെങ്കിൽ വർക്ക് ചെയ്യാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. അതുപോലെ സുഗീത് ഓർഡിനറി ഒക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവരൊക്കെ സിനിമകൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കായിരുന്നു. അങ്ങനെ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് പിന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ തിരിച്ചു പോയില്ല. ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ തന്നെ കൂടി. അത് പിന്നെ ഫസ്റ്റ് പടം ചെയ്ത് ഒരിടത്തൊരു പോസ്റ്റ്മാൻ പടമാണ്. അതിന് ശേഷം രണ്ടാമത്തെ സിനിമയാണ് ട്രാഫിക്. പിന്നെ ഇപ്പോൾ അവിടെ നിന്ന് ഏകദേശം 65 സിനിമകളായി. അല്ല ശരിക്കും ഈ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ എംബറാനൊക്കെ കഴിഞ്ഞിപ്പോ ഫ്രണ്ട് സർക്കിളിലൊക്കെ പൊതുവെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല എംബറാന്റെ പറ്റിയിട്ടൊക്കെ. അവരോടൊക്കെ ശരിക്കും എങ്ങനെയാ? നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറയും, അല്ലാത്തതെല്ലാം നമ്മൾ ഗൈഡ് ചെയ്ത് നോക്കിയെന്ന് വേണം. നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഓരോ സർപ്രൈസ് ക്യാരക്ടേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും? ഇന്ന ദിവസം ബാൻഡ് ഷൂട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ചെറിയ ചെറിയ സർപ്രൈസുകൾ സിനിമയിൽ എന്തായാലും ഉണ്ട്. അതെല്ലാം നമ്മളും എക്സൈറ്റ് ചെയ്തിട്ട് തന്നെയാണ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത്. ഈ നമ്മൾ കാണാത്ത കുറെ എൻ്റെ ഒരു ഗ്രാൻഡ്യൂർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ട്രെയിലറിലും അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതിലും വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. ഇതിനപ്പുറം ശരിക്കും എംബ്രാൻ പറഞ്ഞു വെക്കുന്ന കുറച്ച് സ്കെയിൽ പരിപാടി ഉണ്ടല്ലോ മലയാള സിനിമയിൽ നിന്ന്. നമ്മൾ ഇത്രയും ഇതിൽ ചെയ്ത അല്ലെങ്കിൽ രാജേട്ടൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നതിൽ എത്ര കുറവായിരിക്കും ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നൊക്കെ പറയുന്ന പോലെ, ആ രീതിയിൽ എങ്ങനെ ശരിക്കും എംബ്രാൻ ആസ് എ സിനിമ ആരാധകൻ കാത്തിരിക്കണം? അത് ഈ സിനിമയുടെ ഒരു ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല. ഇതിലെ ക്യാരക്ടർ നേരെ മാറി. മറ്റേ സ്റ്റീഫൻ നെടുമുള്ളിയല്ല, ഖുറേഷി എബ്രഹാമാണ്. അപ്പോൾ അയാളുടെ ഒരു വലുപ്പം ഈ സിനിമയുടെ വലുപ്പമായിട്ട് വരും. അയാളെ കാണിക്കുന്ന സീനുകളായാലും ആ പുള്ളിയുടെ സീക്വൻസുകളായാലും അത് കുറച്ച് വലിയ സീക്വൻസുകളും സീനുകളാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വലുപ്പമായിട്ട് തന്നെ മാറണത്. ഈ ഒരു അനൗൺസ്മെന്റ് ലുക്കിനകത്ത് ഇപ്പോൾ ഒരു എൽ ഷേപ്പിൽ ഒരു ട്രീ ഇങ്ങനെ നമ്മള് കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ സ്റ്റില്ലില് ശരിക്കും അതെല്ലാം ഉണ്ട്. അതെല്ലാം നമ്മൾ സിനിമയിൽ എക്സ്പ്ലെയിൻ ചെയ്യും, അതായിരിക്കും നല്ലത്. അല്ല അതൊക്കെ ഇപ്പൊ ഈ 2 ഷെയ്ഡുള്ള ലാലേട്ടന്റെ സ്റ്റില്ലുകളൊന്നും അല്ലെ? കൗണ്ട് ഡൗൺ സ്റ്റില്ലുകളൊക്കെ ശരിക്കും ഈ ഖുറേഷി എബ്രഹാമിന്റെ കൗണ്ട് ഡൗൺ സ്റ്റില്ലുകളൊക്കെ ഏറ്റവും ഫേവറേറ്റ് ഏതാ? എല്ലാം ഫേവറേറ്റ് തന്നെയാണ്. നമ്മൾ അതിൽ ഏറ്റവും ബെസ്റ്റ് നോക്കിയിട്ടാണ് വിടണത്. അങ്ങനെ പുള്ളിയുടെ ഖുറേഷി എബ്രഹാമിൻ്റെ ക്യാരക്ടർ പോസ്റ്റർ വന്ന ഒരു സ്റ്റില്ല് അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റില്ലായിരുന്നു. പുള്ളിയുടെ മറ്റേ ഫേസും കണ്ണെല്ലാം ഭയങ്കര ഷാർപ്പ് ലുക്കും പരിപാടിയായിട്ടുള്ള ഒരു ഇതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലൂസിഫറിൽ നമ്മൾ കാണുന്ന ആ നടന്നു വരുന്നിടത്തുണ്ടാവുന്ന ഒരു ലുക്ക് പോലത്തെ അതുപോലത്തെ ഒരു സെയിം ആയിട്ട് വരുന്നൊരു ഫോട്ടോ ആണ് അത് നമ്മൾ ഇട്ടത്. ഈ ശരിക്കും പറയാം ഇപ്പൊ സ്റ്റീഫൻ നെടുമ്പള്ളി ആസ് എ ക്യാരക്ടർ നിൽക്കുമ്പോഴും ഖുറേഷി എബ്രഹാമായിട്ട് നിൽക്കുമ്പോഴും ഈ ശരിക്കും നമുക്ക് സ്റ്റില്ലുകൾ മൈന്യൂട്ട് ഡിഫറൻസുകൾ ലാലേട്ടൻ കൊണ്ടുവരാറുണ്ടോ? തീർച്ചയായിട്ടും. അത് 2 ക്യാരക്ടറിലേക്ക് മാറുമ്പോൾ പുള്ളിയുടെ രൂപവും ഭാവമൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. അത് നമ്മൾ മൈന്യൂട്ടായിട്ട് നമ്മൾ ക്യാമറ വെച്ച് നമ്മൾ സൂമൊക്കെ ചെയ്ത് പുള്ളിയുടെ ഫേസിലേക്ക് നോക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ എക്സ്പ്രഷൻസ് ആയിരിക്കും ചിലപ്പോൾ. അത് ചിലപ്പോൾ ഒരു സെക്കൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് മാക്സിമം ആ ടൈം നമ്മൾ മിസ്സാവാതെ ക്ലിക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാറുണ്ട്. ഇപ്പോൾ സിനിമയിൽ മറ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ടോവിയൊക്കെ സ്റ്റില്ലുകൾ ഭയങ്കര കാണുന്നതൊക്കെ എൻജോയ് ചെയ്യാറുണ്ട്. ടോവി ആയിട്ട് അല്ലാതെയും വർക്ക് ചെയ്തിട്ടുണ്ട്. ടോവി ആയിട്ട് ഞാൻ ഒരു 3-4 സിനിമകളോളം ചെയ്തിട്ടുണ്ട്. ടോവിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു ഓളാണ് ലൊക്കേഷനിലെല്ലാം. ഒരു എൻജോയ്മെന്റും ഇതൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. എടുക്കുന്ന സിനിമകളുടെ വലിപ്പം ശരിക്കും സെറ്റിനെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊക്കെ പറയാറുണ്ട്. ഇപ്പൊ ബ്രോഡാഡി നേരത്തെ പറഞ്ഞ കുറച്ചുകൂടെ ഇതിൽ കുറച്ചുകൂടെ ഒരു സീരിയസ് കൈൻഡ് ഓഫ് സീരിയസ് അല്ല, ഇത് കുറച്ച് ഹെവി പരിപാടികളായ കാരണം നമുക്ക് മറ്റേ ഷൂട്ടിംഗ് ടൈമുകളും കാര്യങ്ങളൊക്കെ കുറച്ച് ഡയലൈറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യണം. ഡയലൈറ്റ് പെട്ടെന്ന് പോകുന്ന സന്ദർഭങ്ങൾ അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഫാസ്റ്റായിട്ട് പരിപാടികളും എന്നാൽ കുറച്ച് ഹെവി പരിപാടികളുമാണ് എല്ലാം. അപ്പോൾ അധികം അങ്ങനെ നമുക്ക് ലൊക്കേഷനിൽ എല്ലാവരും കുറച്ച് ബിസി ആയിരിക്കും. ഈ ഫസ്റ്റ് ഷോ എവിടെ കാണാനാ ഉദ്ദേശിക്കണേ?
ഞാൻ എറണാകുളത്ത് വരണം എന്നുള്ള ഇതിൽ ഞങ്ങൾ ടീമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കാണാം, ഇല്ലെങ്കിൽ എനിക്ക് തൃശ്ശൂർ രാഗത്തിൽ കാണാനാണ് താല്പര്യം. രാഗത്തിൽ ഇപ്പൊ നമ്മൾ സുനിലേട്ടനോടൊക്കെ സംസാരിച്ചപ്പോ 7 ദിവസം ടിക്കറ്റ് ഇല്ല എന്നാ പറഞ്ഞത്. ശരിക്കും ഈ രാഗത്തില് ശരിക്കും പറഞ്ഞ പഴയ മെമ്മറീസ് ഉണ്ടോ സിനിമ? ലൂസിഫറൊക്കെ ശരിക്കും ഭയങ്കര വലിയ ചരിത്ര വിജയമായിരുന്നു രാഗത്തിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മൊത്തം എല്ലാരും ഇങ്ങനെ എക്സൈറ്റ്മെന്റ് നോക്കിക്കുന്ന. ശരിക്കും ആ രീതിയിലുള്ള പേഴ്സണൽ എക്സൈറ്റ്മെന്റ് ഉണ്ടോ? എനിക്ക് ഫസ്റ്റ് കാണണം എന്നുള്ള രീതി. അങ്ങനെയുണ്ട്. 6 മണിയുടെ ഷോയ്ക്ക് ടിക്കറ്റിന് വേണ്ടി അത് സെറ്റാക്കിയിട്ടുണ്ട്. പോസ്റ്റർ റിലീസ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ വിടാനുണ്ടല്ലോ, ഈ പറഞ്ഞ ക്യാരക്ടർ ലുക്കും അതൊക്കെ റെഡിയാക്കിയിട്ടുണ്ടോ? അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആഫ്റ്റർ റിലീസുള്ള നമുക്ക് ഇപ്പോൾ കുറേ സാധനങ്ങൾ വിടാനുണ്ടാവും. അത് വരും. പിന്നെ ബാക്കിയുള്ള പരിപാടികളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പോസ്റ്ററിൻ്റെ പരിപാടികളെല്ലാം നടക്കുന്നു. ഇനിയിപ്പോൾ ഇന്ന് സോങ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇനി ഇനി ഒരു ദിവസം കൂടി ഉള്ളൂ, അതിൻ്റെ പോസ്റ്ററുകൾ വരും. പാട്ടുകളൊക്കെ ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ സെറ്റിലൊക്കെ വെച്ചിട്ട്. അത് ശരിക്കും എങ്ങനെ പാട്ടിന്റെ പരിപാടികളൊക്കെ? അത് ശരിക്കും പറയുന്നത് വരും, അപ്പൊ അത് നല്ലത്. അല്ല ഇപ്പൊ ഈ ശരിക്കും ഈ ട്രെയിലറിന്റെ ലാസ്റ്റ് ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഇപ്പൊ രാജേട്ടൻ പുറകിലും ലാലേട്ടൻ ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അതിന്റെ സ്റ്റില്ലൊക്കെ എടുക്കുമ്പോഴുള്ള ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഫ്രെയിമിൽ വരുമ്പോഴുള്ള ഒരു മാജിക് ശരിക്കും എന്താ അവിടെ? രണ്ടുപേരും അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ലാൽ സാറിനെ ആയാലും രാജു ആയാലും ആ സീക്വൻസുകളുടെ ഒരു ഇതെനിക്ക് കുറച്ചങ്ങോട്ട് പറയാൻ ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷെ അത് നമ്മൾ മാക്സിമം അവർ രണ്ടുപേരും വരുന്ന സീൻ മിസ്സാവാതെ മാക്സിമം നമ്മൾ എടുക്കാൻ പറ്റുന്ന സ്റ്റില്ലുകൾ എടുക്കുക എന്നുള്ളൊരു അതിൽ കുറേ സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്ററാണ് ഐമാക്സിൻ്റെ പോസ്റ്ററൊക്കെ ആയിട്ട് വന്നിരുന്നത്. അത് ഒരു ഇഷ്ടപ്പെട്ടൊരു പോസ്റ്ററാണ് അത്. അതൊക്കെ പ്ലാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ അതൊക്കെ പുള്ളിയുടെ പ്ലാനിങ്ങുകളാണ്. ഇപ്പൊ പറഞ്ഞ പോലെ എംപുരാൻ വലിയൊരു വിജയമാവട്ടെ. പറഞ്ഞ പോലെ മുന്നോട്ടുള്ള കരിയറിലും എംപുരാൻ ലൂസിഫർ ആയ പോലെ തന്നെ ലൂസിഫറിന്റെ സ്റ്റില്ലുകൾ എടുത്തേണ്ട ആളുകൾ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ കിട്ടിയത് ഏതിനായിരുന്നു ശരിക്കും? ലൂസിഫറിൽ ഈ പറഞ്ഞ മാതിരി കുറേ പരിപാടികളുണ്ടായിരുന്നു. ലൂസിഫറിൽ പിന്നെ ഇത്രയും നമുക്കൊരു ഹൈഡിങ് ഉണ്ടായിരുന്നില്ല. കുറേ സ്റ്റില്ലുകൾ നമ്മളല്ലാതെ തന്നെ ഇടയിൽ വിട്ടായിരുന്നു. സ്റ്റീഫൻ നെടുമുള്ളിയുടെ കുറേ പരിപാടികൾ, ആ ഫൈറ്റിൻ്റെ കാടിൻ്റെ അകത്ത് ഫൈറ്റിൽ പാടാന്നുള്ള സാധനമൊക്കെ ഭയങ്കര ആൾക്കാർ ആഘോഷിച്ച ഒരു സ്റ്റില്ലാണ്. ഇതിലും വാടാ മൂമെന്റ്സ് ഉണ്ടോ? ഇത് നിങ്ങൾ ട്രെയിലറിൽ കണ്ടതല്ലേ, അതല്ല ബാക്കിയെല്ലാം തിയേറ്ററിൽ കാണാം. അപ്പോൾ പറഞ്ഞ പോലെ വലിയൊരു വിജയമാവട്ടെ എംപുരാൻ. എല്ലാവിധ ആശംസകളും നേരുന്നു. മുന്നോട്ടുള്ള കരിയറിലും വലിയൊരു മൈൽ സ്റ്റോൺ ആവട്ടെ എംപുരാൻ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.